ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ഇന്നത്തെ തംബ്നെയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാനിന്ന് വന്നേക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കസ്റ്റർഡ് പൗഡർ അവൈലബിൾ ആണ്. അപ്പോൾ ആ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടാണ് ഞാനിന്ന് ഈ ഐസ്ക്രീം റെഡിയാക്കിയിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫ്ലേവേർഡ് ഐസ്ക്രീമിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഐസ്ക്രീമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഫുൾ ഫാറ്റ് മിൽക്കിൽ ചെയ്യുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കസ്റ്റർഡ് പൗഡർ ഒരിക്കൽ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം പിന്നെ കൈയെടുക്കാണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് മൊത്തത്തിൽ കേടായി പോകും കേട്ടോ. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ആവശ്യം. ഈ സമയത്ത് നല്ല കസ്റ്റർഡൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് ഇനി ഒരിക്കൽ കൂടെ നന്നായിട്ട് തന്നെ സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ നിങ്ങൾ കഴിവതും ഓഫ് ചെയ്യണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ക്ലിങ്ക് വെച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെച്ച് നന്നായിട്ട് തന്നെ നമുക്ക് തണുപ്പിച്ചെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. കസ്റ്റർഡൊക്കെ നന്നായിട്ട് കുറുകി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. എത്രത്തോളം നമ്മൾ അത് നന്നായിട്ട് അടിച്ചെടുക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണ് വിപ്പിംഗ് പൗഡറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കാനുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാച്ചസ് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര, അതാണ് കറക്റ്റ് അളവ്. നല്ല രീതിയിൽ തന്നെ മധുരമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതലും ഇടാം കേട്ടോ. എനിക്കിത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഈ ഒരു കണക്കിൽ ഞാൻ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ആവശ്യം. അതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് മിക്സ്ചറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ ഒരു മിക്സ്ചർ ബീറ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ. ഒരു ടീസ്പൂണ് വാനില എസൻസും ഒരു നുള്ള് ഫുഡ് ജെൽ കളറും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജെൽ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നുള്ള് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ തണുപ്പിച്ചിട്ട് ബീറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് നമ്മുടെ ഐസ്ക്രീമിന് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഫ്രഷ് ക്രീമിൽ ഐസ്ക്രീം ചെയ്തതിനേക്കാളും എനിക്ക് വിപ്പിംഗ് ക്രീമിൽ ഐസ്ക്രീം ചെയ്തപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടിയത്. അപ്പം നിങ്ങളും അതുപോലെ വിപ്പിംഗ് ക്രീമിൽ ഐസ്ക്രീം ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു 8 മണിക്കൂറിൽ കൂടുതലോളം നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെക്കണം. 8 മണിക്കൂറെങ്കിലും എല്ലാവരും ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ. ഇതുപോലെ ഞാനൊരു ക്ലിങ്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു 8 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 8 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് പുറത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് നമ്മുടെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇപ്പം സ്കൂപ്പ് ചെയ്തെടുത്തതാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എനിക്ക് നല്ല കറക്റ്റ് നിങ്ങൾ കണ്ടില്ല ആ ഒരു ടെക്സ്ചറിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ നട്ട്സ് വെച്ചോ ടൂട്ടി ഫ്രൂട്ടി വെച്ചോ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി വെച്ചാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ വാട്ടർമെലൻ്റെ തോട് വെച്ചിട്ടാണ് ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്.